ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. മൂക്ക് ചെറുതായിട്ട് അടഞ്ഞിരിക്കുക. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കാര്യങ്ങൾ ഒക്കെയാണ്. എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഏകദേശം 10 മണി ആവാറായി. അപ്പോൾ എനിക്ക് പാലും അവന് കോഫിയും എടുക്കാം എന്ന് വിചാരിച്ചു. ഞാനപ്പം പാൽ തിളച്ചു. ഇതിപ്പോൾ എത്ര വിസിലായി? 1 2 3 4 വിസിലായി. 4 പോരെ? മതിയായിരിക്കും. മതിയോ? മതിയായിരിക്കും. പിന്നല്ല ഒരെണ്ണൂടെ എടുക്കാം. ഒരു കപ്പ് പാലിൽ മറ്റൊന്ന് ചേർക്കൂ ബ്രൂ. മധുരമൽപ്പം ചേർക്കൂ. 8 മിനിറ്റ്. അയ്യോ, മധുരം അവിടെ ആണല്ലോ. എടാ, ഷുഗർ കുറച്ച് വേണ്ടേ? അല്ലേലും കുറച്ചേ ഉള്ളൂ. നമ്മൾ വെള്ളം ചേർക്കാത്ത പാലായിരുന്നു. സോ കുറച്ച് വെള്ളം ചേർത്തു. ഒന്നുകൂടെ തിളപ്പിക്കാന്ന് വിചാരിച്ചു. കടുപ്പം നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട. വാരി തകർത്തോണം. ചോദിച്ചാൽ സ്ട്രോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും പയറുകറി. ആ പയറുകറി ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിട്ട് വന്നായിരുന്നു. പിന്നെ അപ്പം ഞാൻ കറിയൊക്കെ വെച്ചു. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചു. ഇനി നമുക്കത് ചുട്ടാൽ മതി. അല്ല, പരത്തി ചുടണം. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് പാലായിട്ട് എടുത്ത്. ഇപ്പം ഞാൻ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. ചിലപ്പം ചായ എടുക്കും, ചിലപ്പോൾ പാലായിട്ട് കുടിക്കാൻ തോന്നുവാണെങ്കിൽ പാലായിട്ടങ്ങ് കുടിക്കും. അപ്പം നോം അവിടെ വന്നിരുന്ന് പാലൊക്കെ ഇങ്ങനെ കുടിച്ച് അവനോട് കത്തി അടിച്ചുകൊണ്ടിരിക്കുവാണ്. അവൻ ആ ടൈമിൽ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെയാണ് പൊതുവെ. ലാസ്റ്റ് പറഞ്ഞ് ചിലപ്പോൾ ഒന്നെങ്കിൽ അടിയാകുമായിരിക്കും, ഇല്ല മൂഡ് ഓഫ് ആയിട്ട് എഴുന്നേറ്റ് പോകും. ചിലപ്പോൾ ഭയങ്കര ഡിസ്കഷനും ആയിരിക്കും. ഇന്നും അങ്ങനെ എന്തോ അതായത് ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരുന്നിരുന്ന് സമയം പോയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിന്നോട് കഥ പറഞ്ഞിരുന്ന് എൻ്റെ സമയം മൊത്തം പോയി, എനിക്കിനി ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ അടിച്ച് പിരിഞ്ചാച്ച്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ പോയി ചപ്പാത്തി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വന്നിരുന്നപ്പോൾ അവൻ എന്നെ പുറകെ വന്നിങ്ങനെ തോണ്ടി. അപ്പോൾ ഞങ്ങൾ സോൾവ് ആയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇത് പതിവുള്ളതാണ്, അത് നിങ്ങളാരും കാര്യമാക്കണ്ട. ഇത് ഞങ്ങൾ കാര്യമായിട്ട് എന്തോ ഭയങ്കര ഡിസ്കഷനാണ്. അങ്ങനെ ഡിസ്കഷൻ ചെയ്ത് 1.5 മണിക്കൂർ എൻ്റെ ടൈം അവിടെ അങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ഞങ്ങളൊന്നും ഉടക്കിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ചിരിക്കുകയും ചെയ്യും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ കരയുന്നത് കാണും. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പോയി ഞാൻ പോയി ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ നമ്മളപ്പോൾ എടുക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ ഓർത്ത്, അയ്യോ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. പിന്നെ ഞാൻ നേരെ സ്റ്റിച്ച് ചെയ്യാൻ പോയി. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്. ഇത് എനിക്കിടാനുള്ള കുറച്ച് ഡ്രസ്സ് തയ്ച്ച് വെക്കുക. അപ്പോൾ എല്ലാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നെല്ലാം സിബുള്ളത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കുക്കിംഗ് ചെയ്യണം. പോരാത്തിന് ഇപ്പം എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ ഈ താറാവൊക്കെ നടക്കുന്ന പോലെ നടക്കുന്നത്, കാലുവേദനയായിട്ട്.
അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് 5 മിനിറ്റും കൊണ്ട് ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ 15 മിനിറ്റും കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ലാഗിങ്ങും വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്തു. കുറേയൊക്കെ ചെയ്തു വെച്ചു, കുറേയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേയൊക്കെ ഇനിയും വരാനിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡിസൈനും നോക്കണമല്ലോ. ഞാനാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട, അതായത് ഡ്രസ്സസ് തയ്ക്കുന്നുണ്ട്, പിന്നെ ടോപ്പായിട്ട് തയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം ഞാനങ്ങ് തയ്ക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്തില്ല, വേറെ ആരത് ചെയ്തു തരും. അപ്പോൾ ഇപ്പം ഈ കയ്യിലിരിക്കുന്നത് ഇത് തയ്ച്ച് തീർന്നു കേട്ടോ, ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ അന്ന് വീഡിയോ എടുക്കുമ്പോൾ അധികം അന്ന് കട്ട് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. കട്ട് ചെയ്തത് ഞാൻ താഴെ ഇരുന്നിട്ടാണ് ചെയ്തത്. അപ്പം എനിക്ക് അറ്റ് എ ടൈം ക്യാമറയും എല്ലാം കൂടെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൾറെഡി എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്തത്ര കാലിന് പ്രശ്നമുണ്ട്. അപ്പം ഈ പറഞ്ഞ താഴെ ഇരുന്നിട്ട് ക്യാമറയുടെ ആംഗിളൊന്നും സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്തതും അന്ന് തന്നെ, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. ഇപ്പം അത് ഇനി നെക്കൂടെ ഫിനിഷ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം തയ്ച്ച് തീർന്നു. അതൊരു ഫുൾ ലെങ്ത്ത് ഡ്രസ്സായിട്ട് അങ്ങ് തയ്ച്ചു. പിന്നെ ചിലത് എനിക്ക് ഇനി പാൻറ്റും സ്ലീവ്ലെസ് ടോപ്പും പോലെ തയ്ക്കണമെന്നൊക്കെയുണ്ട്. ഇതൊക്കെ എൻ്റെ മനസ്സിലെ ഐഡിയ കേട്ടോ. തയ്ച്ച് വരുമ്പോൾ എന്തോ ആവുമെന്നും അറിയത്തില്ല, സമയം കിട്ടുമെന്നും അറിയത്തില്ല, പക്ഷെ ഞാനത് ചെയ്യും, എനിക്കത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇത് ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആലിയ കട്ട് കുർത്തി ചെയ്തു. പിന്നെന്തുമായിരുന്നു, വീട്ടിലിടാനുള്ളത് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈ ദ വേ, എൻ്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ജലദോഷമല്ല, ഭയങ്കര കാലുവേനയും ചെറിയ ജലദോഷമുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തതാണ്, എൻ്റെ സൗണ്ട് പോയി. അപ്പം ഞാൻ ഓർത്തു ഓക്കെ സൗണ്ട് അടഞ്ഞതേ ഉള്ളായിരിക്കുമെന്ന്. പക്ഷേ അല്ല, എനിക്ക് ജലദോഷമായിട്ട് അത് വന്നു. അതെന്താണ് അതിൻ്റെ ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് സംസാരിച്ചായിരുന്നു. മേ ബി അതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അന്ന് തൊട്ട് എനിക്ക് ചെറിയ ജലദോഷം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിബ് കൈയും കൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പിൻ ചെയ്തിട്ട് കൈ കൊണ്ട് മീൻസ് റഫായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് മെഷീനിൽ തയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഞാൻ അന്ന് തയ്ച്ച സിബ് അത് ആക്ച്വലി സ്ട്രെയിറ്റ് മാത്രമേ നമുക്ക് സിബ് പറ്റത്തുള്ളായിരുന്നു. ഞാൻ പക്ഷേ പ്രിൻസസ് കട്ടിൻ്റെ അവിടെ സിബ് വെച്ചുകൊണ്ട് അതായത് സിബിനൊരു കട്ടിയുള്ള ഭാഗം ഉള്ളതുകൊണ്ട് ആ ബെൻഡ് വരുമ്പം കുറച്ച് ഇത് വരും. അപ്പോൾ അതെനിക്ക് അന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കുഴപ്പമില്ല, നമ്മൾ തെറ്റുകളിൽ നിന്നല്ലേ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ പ്രിൻസസിൻ്റെ അവിടെ ഡയറക്റ്റ് സിബ് വെച്ചുകൂടാ, അത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഡയറക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ അവിടെ ആ കർവ് വരുമല്ലോ, അങ്ങനെ നമുക്ക് സിബ് വെച്ചാൽ എപ്പോഴും കുറച്ച് പൊങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം അല്ലെങ്കിൽ കുറച്ച് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ട്രെയിറ്റായിട്ട് ബാക്കിയുള്ള ഔട്ട്ഫിറ്റിലെല്ലാം സ്ട്രെയിറ്റായിട്ട് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് സിബിങ്ങനെ വളച്ച് വെക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ എന്തുവാന്ന് വെച്ചാൽ കേർഡ് റൈസും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും. അപ്പോൾ നിങ്ങളോർക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും കേർഡ് റൈസ് ആണെന്ന്. അല്ല, ഞങ്ങളുടെ വീട്ടിൽ പല ഫുഡ് വെക്കാറുണ്ട്, പക്ഷേ കേർഡ് റൈസ് വെക്കുന്ന ദിവസമായിരിക്കും എനിക്ക് വ്ളോഗ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഇപ്പം നമ്മുടെ മട്ട റൈസൊക്കെ വെക്കുവാണെങ്കിൽ 2-3 കറിയൊക്കെ വെക്കണ്ടേ, അപ്പം നമുക്ക് വ്ളോഗിൽ അത്രയും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. പോരാത്തതിന് എനിക്കിപ്പോൾ കുറച്ചുകൂടെ ലോഡ് കൂടുതലാണ്. സ്റ്റിച്ചിങ്ങും ചെയ്യണം, അതും ചെയ്യണം. പോരാത്തതിന് ഇങ്ങനെ താറാവ് നടക്കുന്നപോലെ നടന്ന് ഞാൻ ഏത് കാലത്ത് ഇതൊക്കെ ചെയ്ത് തീർക്കാനാണ്. അപ്പം നല്ല ടൈം എടുത്താണ് ഞാൻ ചെയ്യുന്നത്. കുക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ടൈം എനിക്കിപ്പം വേണം. കാരണം പണ്ട് 2 മിനിറ്റും കൊണ്ട് ചെയ്യുന്ന കാര്യം എനിക്ക് ഈ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ കേട്ടോ. താൽക്കാലിക പ്രശ്നമാണ്, ഞാൻ സെറ്റാക്കി എടുക്കും. കാരണം ഈ ഒരാഴ്ചയായിട്ടൊന്നും ഞാൻ സ്ട്രെച്ചിങ് എന്നൊരു സാധനം ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ് ഈ കാണിക്കുന്നത്. അത് നമ്മൾ ശരിയാക്കി എടുക്കുന്നതായിരിക്കും. കാരണം എൻ്റെ മമ്മിജി വരുമ്പോൾ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീ എല്ലാം മമ്മിയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഫ്രീ ആവുമല്ലോ, പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് മാത്രം നോക്കിയാൽ മതി. അപ്പം അതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ. ഞാൻ ഹൈയിൽ വെച്ച് 10 മിനിറ്റ്സ് വെച്ചതായിരുന്നു. ഞാൻ ഹൈയിൽ വെച്ചപ്പോൾ ഇത് അതിൻ്റെ ഷെല്ല് കണ്ടു. അപ്പം നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു വന്നത്? കേർഡ് റൈസ്. ഓക്കെ, അപ്പോൾ കേർഡ് റൈസ് അല്ല ഞങ്ങളുടെ വീട്ടിലെന്നും വെക്കുന്നത്. ഇത് വല്ല 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ റൈസ് വെക്കാറുണ്ട്, ടൊമാറ്റോ റൈസ് വെക്കാറുണ്ട്, ഡാൽ കിച്ചടി വെക്കാറുണ്ട്. പിന്നെന്താ,
അങ്ങനെ പല പല ഇത് വെക്കാറുണ്ട്. അപ്പം നമ്മുടെയൊക്കെ റൈസ് വെക്കുമ്പം ഈ 3-4 കറിയൊക്കെ വെക്കേണ്ടി വരുമ്പം ഈ ക്യാമറയുടെ ആംഗിൾ തിരിച്ച് വെക്കാനും മറിച്ച് വെക്കാനും ഒന്നും ടൈം കിട്ടത്തില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റിച്ചിങ് കൂടെ ആയപ്പോൾ റെഡിയായി, ഒട്ടും ടൈം കിട്ടത്തില്ല. അപ്പം കേർഡ് റൈസ് ആയപ്പോൾ എനിക്കിന്ന് കുറച്ച് ടൈം കിട്ടി, അതുകൊണ്ടങ്ങ് വ്ളോഗ് എടുക്കാനും പറ്റി. ഇതിന് പ്രീവിയസ് ഒരു 2-3 ദിവസം ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഞാൻ മറന്നു പോകും, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ലഞ്ച് കുക്ക് ചെയ്യേണ്ട ധൃതിക്ക് ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാനങ്ങ് വിട്ടുപോകും. അപ്പം ഈ കഴിഞ്ഞ 3 ദിവസവും എനിക്കിത് തന്നെ പറ്റിപ്പോയത്. അപ്പോൾ ഇന്ന് ഞാൻ 4-മത്തെ ദിവസം ഞാൻ ഉറപ്പിച്ചു ഇന്ന് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും വ്ളോഗ് എടുത്തേ പറ്റത്തുള്ളൂ. കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ 10 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 2 മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറിയ ജലദോഷമുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തേ, അപ്പോൾ അതിങ്ങനെ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 1.5 മണിക്കൂർ കണ്ടിന്യൂസ്ലി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് മൂക്കൊക്കെ അങ്ങ് അടഞ്ഞു, സൗണ്ടൊക്കെ അങ്ങ് മാറി. അപ്പോൾ ആദ്യം ഞാനോർത്ത് സൗണ്ട് മാറി അത് സംസാരിച്ചതിൻ്റെ ആയിരിക്കും എന്നാൽ, പിന്നെ ആണെങ്കിൽ മൂക്കൊക്കെ അങ്ങ് അടഞ്ഞു. പിന്നെ ഇപ്പം ചെറിയൊരു ജലദോഷം പോലെ, ചെറുതായിട്ടേ ഉള്ളൂ, വലിയതായിട്ടൊന്നുമില്ല. അപ്പം സംസാരിച്ചാലും ജലദോഷം വരുമെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ചുമന്ന ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് എന്താ നിൽക്കുന്നത് നിങ്ങളാരും വിചാരിക്കല്ലേ. ചിലർക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് കണ്ണെഴുതുമ്പോൾ ഒരു സന്തോഷം കിട്ടും, ചിലർക്ക് പൊട്ട് തൊടുമ്പോഴായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോരാത്തിന് ഇതെൻ്റെ പുതിയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പം എനിക്ക് പുതിയതായിട്ടൊരു ലിപ്സ്റ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാതെ ഒരു സമാധാനം കിട്ടത്തില്ല. ഒരുമാതിരി 2 ദിവസത്തെ എക്സ്പയർ ഗൈസ്, നിങ്ങളിത് കാണണം. എൻ്റെ ചോക്കോപ്പ, എനിക്ക് ആകെ ഒറ്റ ചോക്കോപ്പയായിരുന്നു. ഞാൻ അധികം വാങ്ങിക്കത്തില്ല, കാരണം ഒത്തിരി വാങ്ങിച്ചു നമ്മളിങ്ങനെ കഴിച്ചു. എന്ന് വെച്ചാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ പകുതി അവന് കൊടുക്കണോ, ഞാൻ കൊടുക്കണോ വേണ്ടയോ? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമോ? ஒரு வீடியோல இன்னொரு पर्सन வந்து போட்டா என்னமோ ரைட் பைசா வேணும் கேட்டா എന്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇതിനകത്ത് നീ ഇപ്പൊ എന്തോ നിന്റേതായിട്ട് എന്തോ ഉള്ളത് വെച്ച് നീ வந்து லைக்ஸ் வாங்குறீல அது ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ശരിയല്ലേ? പ്രൊവിഷൻ 249 ബാർ 2 ബടി കണക്ക് ചാകോ പൈസ ഇവനെ വെച്ച് ഞാൻ ലൈറ്റ്സ് വാങ്ങിക്കുന്ന ഇവൻ പറയുന്നത് ശരി. ഉടുപ്പിടാതെ വന്നേക്കോ എൻ്റെ മുടി കളർ ചെയ്യണം. അപ്പം നമ്മൾ ചോക്കോപ്പയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. ആകെ ഒരു ചോക്കോപ്പയ്യ ഉണ്ട്, ഞങ്ങൾ 3 പേരുമുണ്ട്. വലിയ ബുദ്ധിമുട്ട്. താഴെ കടയിൽ കിട്ടും, പക്ഷെ ഇപ്പം ഇവിടെ ഒന്നേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഓണോ ഇത്? ചെറിയ പൈപ്പ് അപ്പം ചേട്ടനാണെങ്കിൽ അന്ന് ആവേശം സിനിമ കാണുമായിരുന്നു നമ്മുടെ ആമസോൺ പ്രൈമിൽ. അപ്പം ഞാൻ അതായി നോക്കിയിരിക്കുന്നത്, അല്ലാതെ ഞാൻ ക്യാമറയിലോട്ടല്ല നോക്കുന്നത്. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചതാണ്. അപ്പോഴാണ് ചോക്കോപ്പയുടെ കാര്യം ഓർത്തത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആവേശം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ബേബി കുമ്പളപ്പം മറ്റേ ഒരു സ്വീറ്റ് ആയിട്ടുള്ളത് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നില്ലേ? ഒരു ഇലക്കകത്ത് ഒരു ലീഫിനകത്ത് അത് നീ കഴിക്കുവോ? അല്ലടാ
അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് തയ്ച്ചു, ഇനി ഇതിൻ്റെ താഴോട്ട് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ 1 ലെയർ അടിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് നോക്കുമായിരുന്നു ഇനി കറക്റ്റാണോ. അധികം ഞാൻ സീം അലവൻസ് ഇടാതെ അത് തയ്ച്ച് വന്നത്. കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റൊക്കെയാണ്, പക്ഷേ എന്നാലും സീം അലവൻസ് ഒത്തിരി വിടാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. അയ്യോ കുറച്ചേ വിട്ടുള്ളൂ, ബാക്കി കുറച്ച് 1 ഇഞ്ചൂടെ, 1 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ചൂടെ എക്സ്ട്രാ, 1/4 ഇഞ്ചൂടെ എക്സ്ട്രാ വിടണമെന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. ഞാൻ താറാവ് നടക്കുന്നത് ഇതിലും കഷ്ടമായിരുന്നു ഞാൻ നടക്കുന്നത്. അതായത് കോമഡിയായി ഞാൻ നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും. അപ്പം ഞാൻ അവനോട് പറയാം ഇനി ഇതിൻ്റെ ബാക്കി താഴെ വരും എന്നൊക്കെ. ഇതിന് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തു കേട്ടോ, ബലൂൺ സ്ലീവ് പോലത്തെ സ്ലീവാണ് ഞാൻ കൊടുത്തത്. ഇനി അതിന് നെക്കൂടെ ഫിനിഷ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അതെല്ലാം അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തീർന്നു. അങ്ങനെ അതൊരു 4:45-5 മണി വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ എനിക്ക് ഉറക്കം സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഞാൻ പോയി ഉറങ്ങിയിട്ട് പിന്നെ ഒരു 6:30-6:45 എഴുന്നേറ്റപ്പം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുമ്പളപ്പമായിരുന്നു. അപ്പം നമുക്ക് എഴുന്നേറ്റ് വന്ന് അങ്ങ് കഴിച്ചാൽ മതിയല്ലോ. ഇല്ല, എഴുന്നേറ്റ് വന്ന് വീണ്ടും ഇത് ഉണ്ടാക്കാൻ നിൽക്കണം, പിന്നെ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതാകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. നമ്മൾ എഴുന്നേറ്റ് വരിക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് 5 മണിക്ക് ഉറങ്ങിയോണ്ട് 6:30-6:45 എഴുന്നേറ്റപ്പം. അപ്പം നിയർലി 7 ആയി ഇത് കഴിച്ചപ്പം. പിന്നെ അപ്പം ഹെവി ഡിന്നറൊന്നും ഞാൻ കഴിക്കത്തില്ല. ചിലപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. അത് കുഴപ്പമില്ല. 7 മണിക്ക് നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് കഴിച്ചതുകൊണ്ട് പിന്നെ ഹെവി ഡിന്നറിൻ്റെ ആവശ്യമില്ല. സോ ചിലപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ 1 ഗ്ലാസ് പാലൂടെ കുടിക്കും. ഗൈസ്, ഇവിടെ നല്ല മഴയാണ്. അയ്യോ നിന്നോ? അല്ല, ചാറ്റലുണ്ട്, കാണാമോ? അത്യാവശ്യം നല്ല ഇടിയുമുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പം നോമ്പാക്കി തയ്ക്കാൻ പോവുക. കുമ്പളപ്പമൊക്കെ കഴിച്ചു. ഇപ്പം ഇനി കുറച്ച് നേരത്തേക്ക് വിശക്കത്തില്ല. ഇനി നമുക്ക് ഡിന്നർ കഴിച്ചാൽ മതി. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് വെക്കാനുണ്ട്, അതുകൂടെ വെക്കണം. രാവിലത്തെ കറിയും ഒരു മിക്സ്ഡ് ചപ്പാത്തിയുമാണ് നോമ്പ് പ്ലാൻ ചെയ്തേക്കുന്ന ഡിന്നർ. അപ്പോൾ അത്രേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യട്ടെ. ഇപ്പം എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ഡിന്നർ അത്ര ലൈറ്റ് അല്ലായിരുന്നു. ഞാൻ ഒരു ചപ്പാത്തിയും ഒരു മുട്ട പുഴുങ്ങിയതും കഴിച്ചായിരുന്നു. മുട്ട പുഴുങ്ങിയതൂടെ വരുമ്പം അത്ര ലൈറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അതൊരു 9:30, 9:45 ആയപ്പോഴാണ് കഴിച്ചത്. ആക്ച്വലി ഡിന്നർ അത്രയും ലേറ്റ് ആക്കരുത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ അത്രയും ലേറ്റ് ആക്കുന്നത്. പക്ഷെ ഞാൻ കിടക്കുമ്പം ഈ പറഞ്ഞ പോലെ കഴിച്ച ഉടനെ കിടക്കാറില്ല. കുറച്ച് ഇപ്പോൾ ഒന്നാമത് ഞാൻ 7 മണി ആയല്ലോ എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ കിടക്കുമ്പോൾ 11 മണി എങ്കിലും ആകും. ഫുഡ് കഴിച്ചിട്ട് ഉടനെ കിടക്കാറില്ല. അപ്പം ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഡിന്നർ അത്ര ലൈറ്റ് അല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനൊന്ന് ഒതുക്കി വെക്കുവാണ്. കാരണം സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കഴിച്ച ഉടനെ പാത്രം ജസ്റ്റ് സിങ്കിലിട്ടിട്ട് അങ്ങ് പോകും. സാധാരണ ഞാൻ അന്നേരം തന്നെ കഴുകി വെക്കും. ഇപ്പം നമ്മൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കഴുകിക്കൊണ്ട് നിന്നാൽ നമ്മുടെ ടൈം അത്രയും പൊയ്ക്കൊണ്ടിരിക്കും. സോ അറ്റ് എ ടൈം കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിൽ കിടക്കുമ്പോൾ നമുക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടാതെ വരും. സോ ഞാനിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ഒന്നെങ്കിൽ അന്നേരം തന്നെ ചെയ്ത് വെക്കും, അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു വന്ന് അടുത്ത ട്രിപ്പ് കുക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ടൈം കിട്ടുമല്ലോ, ആ ടൈമിൽ ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്ക് ടൈം എങ്ങും വേസ്റ്റ് ആവത്തില്ല. ബൈ ദ വൈ എന്നോട് ആരൊക്കെയോ ചോദിച്ചു കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം നീ തന്നെ ആണോ ചെയ്യുന്നത്? യെസ്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഇവിടെ ഉള്ളപ്പം മാത്രമേ കുക്കിംഗ് അമ്മ ചെയ്യാറുള്ളൂ, ക്ലീനിങ്ങും അമ്മ തന്നെ ചെയ്യുന്നത് കേട്ടോ. അല്ലാത്തപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ഫുൾ ചെയ്യുന്നത്, നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. ആദ്യമൊക്കെ ടൈം മാനേജ്മെൻറ്റ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമുക്ക് വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ എന്നെ സംബന്ധിച്ച് വേറെ കുറേ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം തന്നെ. സോ ആദ്യം നല്ല ബുദ്ധിമുട്ട്. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം, പിന്നെ സ്റ്റിച്ച് ചെയ്യണം, അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതിന് കുറേ പോം വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്.
ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെക്കും. അതായത് കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ കിച്ചണിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലെല്ലാം എഴുതി വെക്കും. അപ്പം നമ്മൾ ഓക്കെ ഇന്ന ഐറ്റംസ് ഇരിപ്പുണ്ട്, അപ്പം നമുക്ക് ഇന്ന കാര്യങ്ങൾ കുക്ക് ചെയ്യാം. അപ്പം നാളത്തേക്കുള്ള മെനു ഞാൻ ഇന്നേ റെഡിയാക്കി വെക്കും. അപ്പോൾ എനിക്കും ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റും, ഒരു പ്ലാൻ കിട്ടും എന്തൊക്കെയാണ് എവിടെയൊക്കെ നമുക്ക് ടൈം കിട്ടും എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, കുക്ക് ചെയ്ത് ആ ഗ്യാപ്പ് വരുമ്പം ക്ലീനിങ് ചെയ്യും, കിച്ചൺ ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അങ്ങ് കരഞ്ഞോണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ കുറവ് വരും. പിന്നെ നമ്മൾ എഗെയിൻ റിലീഫ് കിട്ടും, പിന്നെ നമുക്ക് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് പൊതുവെ മാനേജ് ചെയ്ത് വരുന്നത്. അല്ലാതെ ഇത് കാണുന്ന അത്ര സിമ്പിളൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. പിന്നെ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ കേട്ടോ, ബൈ ദ വൈ, അത് ഞാൻ പറയണമല്ലോ. അപ്പോൾ ഒരു പാത്രം കഴുകാൻ 1.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാൻ പറയും, നീ ദേവി ഇത് കഴുകണ്ട, നീ പോയി അവിടെ ഇരുന്നോളാൻ പറയും. പുള്ളിക്ക് തല്ലിക്കൊന്നാൽ അത് പറ്റത്തില്ല, പാത്രം കഴിയാൻ പറ്റത്തുള്ളൂ. ആകെ മുട്ട പുഴുങ്ങാനറിയാം, ഇപ്പോൾ ഇഡലി വെക്കാനും പഠിച്ചു. പിന്നെ പാത്രം കഴുകിക്കോളും. പക്ഷേ ഈ പറഞ്ഞ പോലെ അവന് 1.5-2 മണിക്കൂർ എടുത്ത്. അപ്പോൾ വെറുതെ ഇപ്പം ഞാനാണെങ്കിൽ 10 മിനിറ്റും കൊണ്ട് ചെയ്യും പാത്രം കഴുകുന്നത്. പുള്ളി ഭയങ്കരമായിട്ട് പാത്രം വാങ്ങിച്ചപ്പോഴത്തെ ആ കളറിൽ കൊണ്ടുവന്നിട്ട് പുള്ളി പാത്രം കഴുകൽ നിർത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, നീ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അവിടെ പാത്രം കഴുകാൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കഥ പറഞ്ഞുകൊണ്ട് പാത്രം കഴുകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞു. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്നലത്തെ എക്സസ് ഡാൽ വന്നായിരുന്നു, ഡാൽ കറിയില്ലേ, അതിൻ്റെ കുറച്ച് ഡാലുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെന്തുമായിരുന്നു, ഒരു 2 നുള്ള് ഗരം മസാലയും മേത്തിയിലയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് ചപ്പാത്തി കുഴച്ചായിരുന്നു, ഇച്ചിരി ഉപ്പും കൂടെ. അപ്പോൾ ചപ്പാത്തി കുഴച്ചതിൻ്റെ മിക്സ്ഡ് ചപ്പാത്തിയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് നട്ട് ഓയിലും പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ബട്ടറും കൂടെ തേച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഒരു റെസിപ്പിയായിട്ട് അങ്ങ് ചെയ്ത് കാണിക്കാം, അടിപൊളിയാണ്. അപ്പം അതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. ഒരിടയ്ക്ക് എനിക്ക് ചപ്പാത്തി നല്ല രീതിയിൽ ബോറടിച്ചൊരു ഫുഡ് ഐറ്റം ആയിരുന്നു. അപ്പോൾ അന്നേരമല്ല ഞാൻ ചോറായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെയും റീസെൻ്റ്ലി ചപ്പാത്തിയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഞാൻ നടത്തും. അപ്പം ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റും കാണും, നമുക്കും ബോറടിക്കത്തില്ല. അപ്പം ഇത് നല്ല റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ അവിടെ അത് എത്ര ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. നോർത്തിലോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ, നോർത്തിലും പിന്നെ ഇവിടെ തമിഴ്നാട്ടിലും ഉണ്ട്. കാരണം ഞാൻ ബീട്രൂട്ട് ചപ്പാത്തി ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പുതിനയില ചപ്പാത്തിയാണോ അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചപ്പാത്തീസ് ഉണ്ടടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാനിനി എന്തേലും സിനിമ കാണാനുള്ള ടൈമൊന്നുമില്ല. വല്ല മൂവി എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തേലും കണ്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യത്തൊന്നുമില്ല. കാരണം ഫുൾ ടൈം ഇത് ചെയ്തുകൊണ്ടിരുന്നാലും മടുത്തു പോകും. അതുകൊണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.